ഇന്ന് പത്രവിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എനിക്കൊപ്പം ഉള്ളത് മിസ്റ്റർ സുജിത് ചന്ദ്രനാണ്. സുചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. സേതു, ഗുഡ് മോർണിംഗ്. മാതൃഭൂമി, മനോരമ, ദേശാഭിമാനി, കേരളകൗമുദി എല്ലാ പത്രങ്ങളും കയ്യിലുണ്ട്. എല്ലാ പത്രത്തിലെയും പ്രധാന വാർത്ത ഇന്നലെ ശബരിമലയിലെ വലിയ തിരക്കൊക്കെ തന്നെയായിരുന്നു. പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിവിധങ്ങളായ വാർത്തകൾ, പ്രാദേശിക വാർത്തകൾ നിറയുണ്ട്. ഓരോന്നോരോന്നായിട്ട് എടുത്താൽ മാതൃഭൂമി ശബരിമലയിൽ തിരക്ക് കൈവിട്ടു, തുടക്കം കഠിനം എന്നാണ് അവർ കൊടുത്തിരിക്കുന്ന ഹെഡ്ലൈൻ. നിയന്ത്രണങ്ങളൊക്കെ പാളി എന്ന് പറയുന്നു. തിങ്കളാഴ്ച മുതൽ ഭക്തജന പ്രവാഹമായിരുന്നു ശബരിമലയ്ക്ക്. ചൊവ്വാഴ്ച ഉച്ചത്തോടെ നിലയ്ക്കലിലെ പാർക്കിംഗ് മൈതാനം നിറഞ്ഞു. പമ്പയിൽ എന്തായിരുന്നു അവസ്ഥ, സന്നിധാനത്ത് എന്തായിരുന്നു അവസ്ഥ, നടപ്പന്തലിൽ 18-ാം പടിയിൽ, അങ്ങനെ ഓരോ സ്ഥലത്തും ഇന്നലെ അനുഭവപ്പെട്ട തിരക്കിൻ്റെ കാഠിന്യം വിശദമായി വിവരിക്കുകയാണ് മാതൃഭൂമി. ഭക്തസഹസ്രങ്ങൾ ദർശനത്തിനെത്തിയതോടെ ശബരിമലയിൽ പോലീസിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ പാളി. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ വാർത്ത കൊടുക്കുന്നുണ്ട്, നിയന്ത്രണങ്ങളൊക്കെ നിയന്ത്രണ വിധേയമായി എന്ന തരത്തിൽ. അതായത് വെർച്വൽ ക്യൂ അടക്കം ഉള്ള സ്പോട്ട് ബുക്കിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നു. പുതിയ 7 കൗണ്ടറുകൾ തുറന്നു എന്നതൊക്കെ. പക്ഷേ ഇന്നലെ വലിയ സാഹചര്യമായിരുന്നു ഈ സമയത്തൊക്കെ അവിടെ. പക്ഷേ ആ വാർത്തയുടെ ഏറ്റവും അവസാന ഭാഗത്താണ് ദ്രുതകർമ്മസേനയുടെയും ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങളുടെയും നിയന്ത്രണത്തിലാകാറുള്ളതാണ് സാധാരണ ഈ ശബരിമല. എന്നാൽ ഇത്തവണ സേനാംഗങ്ങൾ എത്താൻ വൈകിയത് പ്രതിസന്ധിക്കിടയാക്കി എന്ന് ആ വാർത്തയുടെ അവസാന വരിയായി പറയുന്നുണ്ട്. ശരിക്കും അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മനോരമയിലേക്ക് വന്നാൽ അതേ വാർത്ത തന്നെ ആണ് ഒന്നാമത്തെ വാർത്ത. ഇന്നത്തെ ഒട്ടുമിക്ക പത്രങ്ങളുടെയും, പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളുടെയും ഒന്നാമത്തെ വാർത്ത ഇന്നലെ ശബരിമലയിലുണ്ടായ വലിയ തിരക്കായിരുന്നു. കഠിനം ഈ കയറ്റം എന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. ശബരിമലയിലെ തിരക്ക് നിയന്ത്രണത്തിൽ ഗുരുതര പാളിച്ച ഉണ്ടായി എന്ന് മനോരമ വിമർശിക്കുന്നു. പമ്പ സന്നിധാനം പാതയിൽ കാത്തുനിൽപ്പ് 10 മണിക്കൂറിലേറെയായിരുന്നു. 18-ാം പടിയിലേക്കുള്ള ക്യൂ 3 കിലോമീറ്റർ അകലെ വരെ എത്തി. അതോടൊപ്പം പമ്പയിലെ ശുചിമുറികൾ മലിനമാണ്, വൃത്തിഹീനമാണ് തുടങ്ങിയ വാർത്തകൾ. ഇന്നലത്തെ തിരക്ക് ഭയാനകമായിരുന്നു. തയ്യാറെടുപ്പുകൾ പാളി. എല്ലാ പ്രശ്നങ്ങൾക്കും വേഗം പരിഹാരമുണ്ടാക്കുമെന്ന് കെ ജയകുമാർ, ദേവസ്വം ബോർഡ് പുതിയ പ്രസിഡന്റ്, പറഞ്ഞ വാർത്തയടക്കം മലയാള മനോരമ കൊടുത്തിട്ടുണ്ട്. ഈ 2 പത്രങ്ങൾ എടുത്തു എന്നേ ഉള്ളൂ. ബാക്കി എല്ലാ പത്രത്തിലെയും ഒന്നാമത്തെ വാർത്ത ഈ ഇന്നലെ ശബരിമലയിലുണ്ടായ വലിയ തിരക്ക് തന്നെയാണ്. നമ്മളിപ്പോൾ രാവിലെയും അതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ കൊടുത്തു വരുന്നുണ്ട്. അതുകൊണ്ട് മറ്റു പത്രങ്ങളിൽ ഇത് നമ്മൾ തൊട്ടുപോകുന്നില്ല. മാതൃഭൂമിയിൽ വന്ന മറ്റ് വാർത്തകളിലേക്ക് നോക്കിയാൽ ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ കൈമാറില്ല എന്ന വാർത്ത ഒന്നാമത്തെ പേജിലുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ ബംഗ്ലാദേശിന് കൈമാറില്ല. കഴിഞ്ഞ ദിവസമാണല്ലോ അവർക്ക് അവിടെ തൂക്കുകയർ വിധിച്ചത്. കഴിഞ്ഞ കൊല്ലം ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ പുറപ്പെട്ടു പോരുന്നതൊക്കെ വലിയ വാർത്തയായിരുന്നല്ലോ. അതിനുശേഷം അവർ ഡൽഹിയിലെത്തിയെന്ന് വാർത്തയുണ്ടായിരുന്നു. ലോകാരോഗ്യ സംഘടനയുടെ ഉയർന്ന ഉദ്യോഗസ്ഥയായ ഷെയ്ഖ് ഹസീനയുടെ മകൾ ഇന്ത്യയിലാണ് ജോലി ചെയ്യുന്നത്. അവർക്കൊപ്പമാണോ, എവിടെയാണ് ഷെയ്ഖ് ഹസീന കഴിഞ്ഞ 1 വർഷമായി ഉള്ളത് എന്ന് നമുക്കറിയില്ല. ഏതായാലും ഇന്ത്യ ബംഗ്ലാദേശ് വധശിക്ഷ വിധിച്ച സാഹചര്യത്തിൽ കൂടി ഷെയ്ഖ് ഹസീനയെ കൈമാറില്ല എന്ന വാർത്ത നമ്മൾ ഇന്നലെ അറിഞ്ഞതാണ്. പ്രാധാന്യത്തോടെ മാതൃഭൂമി അത് ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നു. പറഞ്ഞത് കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നൊരു വാർത്തയും മാതൃഭൂമിയുടെ 1-ാം പേജിലുണ്ട്. ചാറ്റ് GPT യും ജെമിനിയും പോലുള്ള നിർമ്മിത ബുദ്ധി ടൂളുകൾ പറയുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് ആൽഫബറ്റ് CEO സുന്ദർ പിച്ചെ പറയുന്നതാണ്. സുന്ദർ പിച്ചയുടെ ചിത്രമടക്കമുള്ളത്. മോഡലുകൾക്ക് തെറ്റുപറ്റാം എന്നും BBC-ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. സൃഷ്ടിപരമായി എന്തെങ്കിലും എഴുതാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ടൂളുകൾ നിങ്ങൾക്ക് സഹായകമാണ്. തങ്ങൾക്ക് മികവുള്ള കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ അവയെ എങ്ങനെ ഉപയോഗിക്കാം, പക്ഷേ അവയ്ക്കും തെറ്റുപറ്റാമെന്ന് പറയുന്നു. എന്തൊരു ഇമോഷണൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും, ഒരു വൈകാരിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ബോട്ടുകളോടും മറ്റും അത് സംസാരിക്കുന്ന ഒരു ശീലമൊക്കെ കൗമാരക്കാർക്കിടയിലും ഒരുപക്ഷെ നമുക്കിടയിലുമൊക്കെ പോലും തുടങ്ങിയിട്ടുണ്ടല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ജീവിതത്തെ ഏറ്റവും വന്ന് തൊടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ വാർത്തയുടെ പ്രാധാന്യം. മാതൃഭൂമിയുടെ 6-ാം പേജിൽ വന്നാൽ ഇതിനൊരു അനുബന്ധ വാർത്ത അതിൽ കണ്ടു. അതായത് പിണറായിയുടെ പാട്ടും സതീശൻ്റെ തബലയും ആര് പിടിച്ചു കിട്ടും? ഈ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയെ കൊണ്ട് പാട്ട് പാടിക്കണോ? ചെയ്യാം. പ്രതിപക്ഷ നേതാവിൻ്റെ തബലവാദ്യം കേൾക്കണോ? അതും ചെയ്യാം. എല്ലാം റെഡിയാക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുടെ കളികൾ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ കൊണ്ട് പിടിപ്പത് പണിയെടുപ്പിക്കുകയാണ് പ്രവർത്തകർ, എല്ലാ മുന്നണികളുടെയും പ്രവർത്തകർ. കൈവെക്കാത്തതായി ഒന്നുമില്ല എന്ന് മാതൃഭൂമി വാർത്തയിൽ പറയുന്നു. വ്യാജ വീഡിയോകളും മറ്റും ഈ കൂട്ടത്തിൽ വരുന്നു. തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകൾ വരുന്നു എന്നുള്ളതാണ് അതിലെ പ്രശ്നം. തമാശ ഉണ്ടാക്കുന്നതല്ല. റോഡ് നന്നാക്കി ഇട്ടിരിക്കുന്ന റോഡ് കുത്തിപ്പൊളിച്ച് മോശമായിട്ടാണോ കിടക്കുന്നതെന്ന് കാണിക്കണോ? അത് പ്രതിനിധിയുടെ പ്രശ്നമാണെന്ന് പറയണോ? അങ്ങനെയൊക്കെ ചെയ്യാം. തമ്മിൽ തെല്ലിപ്പിക്കാം. അതൊക്കെ പറ്റും. വോട്ട് ചെയ്യാനും ഇനി വരുമോ എന്നേ അറിയേണ്ടൂ. ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് ഓർമ്മിപ്പിക്കുന്നു മാതൃഭൂമി ആ വാർത്തയിൽ. മനോരമയിലേക്ക് വീണ്ടും വന്നാൽ ശബരിമല വാർത്ത എടുത്തങ്ങ് പോയതായിരുന്നു. ശബരിമലയിലേക്ക് വീണ്ടും
മനോരമയിലേക്ക് വീണ്ടും വന്നാൽ SIR ഇളവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതായത് പാർട്ടികൾക്കും ഇനി ഫോം സ്വീകരിക്കാം. BLOമാർ അനുഭവിക്കുന്ന വലിയ ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തയായിരുന്നല്ലോ, അവരുടെ മാനസിക പ്രയാസങ്ങളും ഒക്കെ തന്നെ. LDFും UDFും ഹെൽപ്പ് ഡെസ്ക് തുടങ്ങും. കേരളത്തിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായി പൂരിപ്പിച്ച എന്യൂമറേഷൻ ഫോം ശേഖരിക്കാൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബൂത്ത് ലെവൽ ഏജൻറ്റുമാരുടെയും, നേരത്തെ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് മാത്രമേ പറ്റുമായിരുന്നു, ഈ ഏജൻറ്റുമാരുടെ അതായത് പാർട്ടി പ്രതിനിധികളുടെയും സഹായം തേടാൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ജോലി വേഗം തീർക്കാൻ വേണ്ടി കൂടിയാണ് ഇത്. ആ വാർത്ത മനോരമ പ്രാധാന്യത്തോടെ ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നു. ഇനി പ്രാദേശിക വാർത്തകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ധാരാളം വാർത്തകളാണ് എല്ലാ പത്രങ്ങളും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പ്രാദേശിക വാർത്തകളായി കൊടുക്കുന്നത്. അതായത് ആ ഭാര്യയും ഭർത്താവും മത്സരിക്കുന്നു. കഴിഞ്ഞ കൊല്ലത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്ന ജയിച്ച സ്ഥാനാർത്ഥി ഇത്തവണ അത് പത്തനംതിട്ട ജില്ലയിലാണ്, ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു. വിദേശികൾ ചുമരെഴുതുന്നു. അങ്ങനെ പ്രാദേശികമായി കിട്ടാവുന്നതിൻ്റെ പരമാവധി വാർത്തകൾ ഈ ഇലക്ഷൻ പേജുകളിൽ ചേർത്ത് വയ്ക്കുന്നുണ്ട്. തൃക്കാക്കരയെ സംബന്ധിച്ചൊരു കൗതുകരമായ വാർത്ത. ഇപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ കൗതുകം മറ്റൊരു സ്ഥലത്ത് കൗതുകമാകണമെന്നില്ല എന്നതുകൊണ്ട് ജില്ലാ എഡിഷനിൽ ഇവിടെ കിട്ടുന്നതായിരിക്കില്ല കേരളത്തിൻ്റെ പല ഭാഗങ്ങളും കിട്ടുന്നത്. എന്നാൽ തൃക്കാക്കരയുടെ ഒരു വാർത്ത, 15 വർഷമേ ആയിട്ടുള്ളൂ ആ നഗരസഭ വന്നിട്ട്, പക്ഷേ ഈ 15 വർഷത്തിനിടെ 15 അധ്യക്ഷന്മാർ വന്നിരിക്കുന്നു. അവിടെ കൂറുമാറ്റവും അധികാരത്തിനായുള്ള കസേരകളിയും ഇത്രയേറെ അരങ്ങേറിയ മറ്റൊരു നഗരസഭ സംസ്ഥാനത്തുണ്ടാകാനിടയില്ല. 15 വർഷം മുമ്പ് നിലവിൽ വന്ന തൃക്കാക്കര നഗരസഭ ഇതുവരെ ഭരിച്ചത് 15 അധ്യക്ഷർ, 8 ചെയർമാന്മാരും 7 ആക്ടിംഗ് ചെയർമാന്മാരും. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വാർത്തയുണ്ട് ഇന്നത്തെ. മറ്റൊരു വാർത്ത, തൃക്കാക്കര നഗരസഭയിൽ കഴിഞ്ഞ ദിവസം വരെ BLO ആയിരുന്ന ആൾ ഇപ്പോൾ സ്ഥാനാർത്ഥിയായിരിക്കുന്നു. അത് കളക്ടറെ അറിയിച്ച് ആ ചുമതലയിൽ നിന്ന് മാറിയിരിക്കുന്നു എന്ന് മറ്റൊരു വാർത്ത. മനോരമയുടെ 9-ാം പേജിലേക്ക് വന്നാൽ ഇലക്ഷൻ വാർത്തകളുടെ വിന്യാസം കൗതുകകരമാണ് പത്രങ്ങളിൽ. എവിടെ നിന്ന് എങ്ങനെ എന്നൊരു വാർത്തയുണ്ട്. സ്ഥാനാർത്ഥികളും തുറന്ന് തെരഞ്ഞെടുപ്പ് ഫണ്ടും കണ്ടെത്തുന്നതിന് പാർട്ടികളുടെ രീതികൾ എങ്ങനെ, CPIM എങ്ങനെയാണ് സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നത്. ജില്ലാ കമ്മിറ്റി നേരിട്ടാണ് കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തിലും തീരുമാനമെടുക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഏരിയ കമ്മിറ്റികളുണ്ടാവും. എങ്ങനെയാണ് പണം കണ്ടെത്തുക. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വഴിയാണ്. സ്ഥാനാർത്ഥികളുടെ കയ്യിൽ വല്ലതുമുണ്ടെങ്കിൽ അതും കമ്മിറ്റിക്ക് കൊടുക്കണം. ഇനി കോൺഗ്രസ് ആണെങ്കിലോ ജില്ലാ കമ്മിറ്റിക്കല്ല, കോർ കമ്മിറ്റിക്കാണ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ ഈ റോള്. കോൺഗ്രസിൽ പണം കണ്ടെത്തുന്നത് 10% മണ്ഡലം കമ്മിറ്റികൾ നൽകി. അങ്ങനെ BJPയിൽ എങ്ങനെയാണ്, വിശദമായി വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കൗതുകകരമായ വാർത്തയാണ്. ഈ ഇലക്ഷൻ വാർത്തകളുടെ ഓഫ് ഷൂട്ട് വാർത്തകളൊക്കെ മനോരമ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട്. എങ്ങനെ സ്ഥാനാർത്ഥികൾ എത്തുന്നു, എവിടെ നിന്ന് പണം എത്തുന്നു എന്നതിൻ്റെ വിശദാംശങ്ങൾ മനോരമയിലേക്ക് പോയാൽ വിശദമായി വായിക്കാം. ഇനി ദേശാഭിമാനിയിലേക്ക് വന്നാൽ ദേശാഭിമാനിയുടെ 7-ാം പേജിലേക്ക് പോവുകയാണ്. സ്റ്റാർട്ട് ആക്ഷൻ കട്ട്, VM വിനുവിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റിയാണ് വാർത്ത. ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കോർപ്പറേഷനിൽ സർപ്രൈസായി UDF അവതരിപ്പിച്ച മേയർ സ്ഥാനാർത്ഥി VM വിനുവിന് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ടില്ല. ഈ വാർത്ത ഇന്നലെ ന്യൂസ് മലയാളമായിരുന്നു ആദ്യം പുറത്തുവിട്ടത്. കൊട്ടിഘോഷിച്ച് UDF രംഗത്തിറക്കിയ സിനിമാ സംവിധായകൻ നാമനിർദ്ദേശ പത്രിക നൽകാൻ വോട്ടർ പട്ടിക പരിശോധിക്കുന്നതിനിടെയാണ് സർപ്രൈസിനെ വെല്ലുന്ന ക്ലൈമാക്സ് ആയത്. അതായത് സ്ഥാനാർത്ഥിക്ക് തദ്ദേശ സ്ഥാപനത്തിൽ വോട്ടുണ്ടാകണം, ആ വോട്ടുണ്ടായിരുന്നില്ല എന്നാണ് അവിടെ കോൺഗ്രസിന് പിണഞ്ഞൊരു അബദ്ധം. അത് വലിയ വാർത്തയായി തന്നെ അല്പം സറ്റേറിക്കലായിട്ട് തന്നെ ആഘോഷിക്കുന്നു ദേശാഭിമാനി. മുഖ്യമന്ത്രിക്കെതിരെ കഴിഞ്ഞ ദിവസം ഒരു കൊലവിളി വാർത്ത വന്നല്ലോ, അതിൻ്റെ വിശദമായൊരു വാർത്തയും അതോടൊപ്പം ചേർത്ത് വെച്ചിട്ടുണ്ട്. ടീന ജോസ് 2020 പ്രചാരക എന്ന വേറൊരു ആംഗിളിലാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. കന്യാസ്ത്രീ വേഷത്തിലായിരുന്നു അവർ പ്രത്യക്ഷപ്പെട്ടത്. രാജീവ് ഗാന്ധിയെ കൊന്നതുപോലെ കേരള മുഖ്യമന്ത്രിയെയും ബോംബെറിഞ്ഞ് കൊല്ലണമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഈ ടീന ജോസ് വിവാദ വ്യവസായി സാബു ജേക്കബ് നേതൃത്വം നൽകുന്ന 2020 കടുത്ത പ്രചാരക. വിവാദ വ്യവസായി എന്നത് ദേശവുമായി ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ്, അത് വായിച്ചെന്നേ ഉള്ളൂ. അവരുടെ പ്രൊഫൈലിൽ ഈ 2020 ഇപ്പോൾ അവർ തെരഞ്ഞെടുപ്പിൽ സജീവമാണല്ലോ. നേരത്തെ 2020 മീറ്റിങ്ങുകളിലും മറ്റും ഈ ടീന ജോസ് പങ്കെടുക്കുന്ന ചിത്രം അതിനോടൊപ്പമുണ്ട്. ഒപ്പം ഈ 2009 മാർച്ച് 26 CMC കോൺഗ്രിഗേഷനിൽ നിന്ന് പുറത്തു പോകാൻ ഇവർക്ക് സസ്പെൻഷൻ മെമ്മോ നൽകിയിരുന്നു. ഇതിനെതിരെ വത്തിക്കാനിലും ഹൈക്കോടതിയിലുമൊക്കെ ഈ കന്യാസ്ത്രീ വേഷധാരിയായ സ്ത്രീ പോയിട്ടുണ്ട് എന്ന് ദേശാഭിമാനി പറയുന്നു. ഏതായാലും കന്യാസ്ത്രീ വേഷത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയെ ബോംബെറിഞ്ഞ് കൊല്ലണം എന്ന കമൻ്റ് ഇട്ട ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അവരുടെ ചിത്രം അവർ വച്ചിരിക്കുന്നത്. മാധ്യമത്തിലേക്ക് വന്നാൽ മാധ്യമത്തിൻ്റെ 7-ാം പേജിലാണ് ഒരു കൗതുക വാർത്ത എന്നുള്ളത്. മോദിയെ വീണ്ടും വാഴ്ത്തി തരൂർ. ഇന്നലെ കുറച്ച് പേരൊക്കെ കണ്ടു കാണും. അത് മോദിയെ വാഴ്ത്തി
പാർട്ടിയെ വീണ്ടും കൊത്തുകയാണ് തരൂർ. കോൺഗ്രസിൻ്റെ SIR യോഗത്തിൽ പങ്കെടുക്കാതെയാണ് ഈ മോദി വാഴ്ത്ത്. കോൺഗ്രസ് വിളിച്ച SIR യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന ശേഷം കടുത്ത ജലദോഷവും ചുമയും വകവയ്ക്കാതെ താൻ പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തിന് പോയെന്ന് പറഞ്ഞ് BJPയെ പ്രീതിപ്പെടുത്താൻ ശശി തരൂർ. കേരളമടക്കമുള്ള 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന വോട്ടർ പട്ടിക ഈ തീവ്ര പരിഷ്കരണം അവലോകനം നടത്തുന്നതിനും അതുമായി ബന്ധപ്പെട്ട ഭാവി പരിപാടികൾ ആലോചിക്കുന്നതിനാണ് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിൻ്റെ പാർട്ടി യോഗം വിളിച്ചത്. അതിൽ അദ്ദേഹം പോയില്ല. മുതിർന്ന നേതാക്കളായ ചിദംബരം, ദിഗ്വിജയ് സിംഗ് അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ ശശി തരൂർ വിട്ടുനിന്നു. പകരം ഈ പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തിന് പോയി എന്ന് തരൂർ പറയുന്ന ആ ഒരു വാർത്ത മാധ്യമം പത്രത്തിൽ ഇന്ന് നൽകിയിട്ടുണ്ട്. ഇനി കേരള കൗമുദിയിലേക്ക് വന്നാൽ ഈ ധാരാളം കൗതുക വാർത്തകൾ പ്രാദേശികമായി വരുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതിൻ്റെ കൂട്ടത്തിലാണ് ആ ഒരു തീ ഇനി സ്ഥാനാർത്ഥി. ആ തലക്കെട്ടിലെ പ്രാസം അവിടെ നിൽക്കട്ടെ. നവ്യ നായർ അഭിനയിച്ച സിനിമയുണ്ടല്ലോ ഒരുത്തി. ആ ഒരുത്തി എന്ന സിനിമയിലെ നവ്യ നായരുടെ കഥാപാത്രത്തിന് പ്രേരണയായ ഒരു ശരിക്കും വ്യക്തിയുണ്ട്. അതായത് അവർ സൗമ്യ, അതായത് പുറകെ ബൈക്കിൽ പോയി മാല പൊട്ടിച്ച് ഓടിയ ആളുടെ മാല പിടിച്ചു വാങ്ങി മാതൃകയായ സ്ത്രീയായിരുന്നു അവർ. ആ ഒരുത്തി ഇനി സ്ഥാനാർത്ഥിയാണ്. നവ്യ നായർ അഭിനയിച്ച ഒരുത്തി സിനിമയ്ക്ക് കാരണമായ ജീവിതത്തിലെ യഥാർത്ഥ നായിക തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ കൽപ്പറ്റയിൽ നിന്നാണ് LDF സ്ഥാനാർത്ഥിയാവുക. LDF സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുക. എമിലിത്തരം ഡിവിഷനിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സൗമ്യ വോട്ടഭ്യർത്ഥിക്കുന്നു എന്നുള്ള ഒരു വാർത്തയും ഒരു ചിത്രവും അതോടൊപ്പം ചേർത്തിട്ടുണ്ട്. 10-ാം പേജിലേക്ക് പോയാൽ തിരുവനന്തപുരത്തൊക്കെ ഉള്ളവർക്കും പ്രത്യേകിച്ച് ഭക്തരായിട്ടുള്ള മനുഷ്യർക്കും ഒക്കെയും കൗതുകരമായിട്ടുള്ള അറിയാൻ ആഗ്രഹമുള്ള താല്പര്യമുള്ള ഒരു വാർത്തയുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം മൂലവിഗ്രഹത്തിന് പൈങ്കുനി കഴിഞ്ഞ് അറ്റകുറ്റപ്പണി. പൈങ്കുനി അവിടുത്തെ ഉത്സവമാണല്ലോ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മൂലബിംബത്തിൻ്റെ കേടുപാടുകൾ പരിഹരിക്കാനുള്ള പണികൾ 2026 പൈങ്കുനി ഉത്സവത്തിന് ശേഷം ആരംഭിക്കും. 3 വർഷത്തോളം ഇത് നീണ്ടു നിൽക്കുമെന്നാണ് പറയുന്നത്. ഭക്തർക്കൊക്കെ അത് താല്പര്യമുള്ള വാർത്തയാകും. തന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരമുള്ള അറ്റകുറ്റപ്പണികളാണ് നടക്കുന്നത്. ഈ കാലയളവിൽ ഈ 3 വർഷം തുടരുന്ന അറ്റകുറ്റപ്പണിയുടെ കാലയളവിൽ ബാലാലയ പ്രതിഷ്ഠ നടത്തണോ എന്നതിൽ തന്ത്രിയിൽ നിന്ന് വ്യക്തത വന്നിട്ടില്ല. ലക്ഷദ്വീപത്തിന് ശേഷം ഇത് തീരുമാനിക്കും എന്ന് പറയുന്നു. അതായത് അങ്ങനെ ഒരു ബാലാലയ പ്രതിഷ്ഠ നടത്തുകയാണെങ്കിൽ ഉത്സവമടക്കമുള്ള ചടങ്ങുകൾക്ക് ഒരു ചെറിയ മുടക്കം ഈ കാലയളവിൽ വരും. ഹിന്ദുവിലേക്ക് കൂടി വരികയാണെങ്കിൽ ഹിന്ദുവിൻ്റെ 12-ാം പേജിൽ ഇന്ന് വിശദമായ 2 വാർത്തകൾ. മറ്റ് മലയാളം പത്രങ്ങളൊക്കെ പ്രധാനമായും ഫോക്കസ് ചെയ്തിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ ആണെങ്കിൽ ഹിന്ദു ഈ വാർത്ത നമ്മുടെ മലയാളം പത്രങ്ങളിലും ഇതൊക്കെ ഉണ്ട് കേട്ടോ. EDRS അൽഫല ഗ്രൂപ്പ് ചെയർമാൻ ഓവർ മണി ലോണ്ടറിങ് ചാർജ്. അതായത് ഈ ചെങ്കോട്ട സ്ഫോടനത്തിൻ്റെ ഉൾപ്പെട്ട ആളുകൾ, ഡോക്ടർമാരടക്കം ഉള്ളവർ നേരത്തെ പ്രവർത്തിച്ചിരുന്ന അൽഫല യൂണിവേഴ്സിറ്റിയുടെ ഗ്രൂപ്പ് ചെയർമാനെ മണി ലോണ്ടറിങ് കേസിൽ ED അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ED's action comes days after at least 3 doctors associated with the Alfala University were found allegedly to the part of a terror module. ടെറർ ഇൻ സിംഗിൾ ഇൻവെർട്ടഡ് കോമയാണ് കൊടുത്തിരിക്കുന്നത്. ഡൽഹി സൂയിസൈഡ് ബോംബർ സീൻ റിഹേഴ്സിംഗ് ലൈൻസ് ഓൺ ദ ആക്ട് എന്ന മറ്റൊരു വാർത്തയുണ്ട്. അതായത് ഇന്നലെ ഈ ഉമർ നബിയുടെ ഈ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നല്ലോ. 7 മാസം മുമ്പ് ചിത്രീകരിച്ച വീഡിയോ ആണെന്നാണ് അത് പറയുന്നത്. ആ വീഡിയോയുടെ വിശദാംശങ്ങൾ ഈ ഈ ചാവേർ ആക്രമണം നടത്തുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മറ്റും ആക്സെൻറ്റഡ് ഇംഗ്ലീഷിൽ അയാൾ സംസാരിക്കുന്ന ആ വീഡിയോയെക്കുറിച്ചുള്ള വിശദമായ വാർത്ത കൊടുത്തിരിക്കുന്നു. കേരള അപ്രോച്ചസ് സുപ്രീം കോർട്ട് സീക്കിംഗ് പോസ്റ്റ്പോണ്ട് SIR ഇലക്ട്രൽ റോൾസ് എന്ന മറ്റൊരു വാർത്തയും അതോടൊപ്പം ഹിന്ദു ചേർത്ത് വയ്ക്കുന്നു. അതേ വാർത്ത തന്നെയാണ് മംഗള 1-ാമത്തെ വാർത്തയെ കൊടുത്തിരിക്കുന്നത്. SIR നീട്ടിവെക്കണം എന്നാവശ്യപ്പെട്ട് സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. ഹർജി ഇന്ന് പരിഗണിച്ചേക്കും. അതിൻ്റെ വിശദാംശങ്ങൾക്കായും ന്യൂസ് മലയാളം വാർത്തയോടൊപ്പം തുടരുക. വിശദമായ വാർത്ത പിന്നാലെയുള്ള ബുള്ളറ്റിനുകൾ വരും. താല്പര്യമുള്ള മറ്റൊരു വാർത്ത കൂടി ഉണ്ടാവും. സ്കൂളുകളിലെ ക്രിസ്മസ് പരീക്ഷ പുനഃക്രമീകരിച്ചു. ആളുകൾക്ക് താല്പര്യമുള്ളതായിരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളിലെ ക്രിസ്മസ് പരീക്ഷ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. 1 മുതൽ 10 വരെ ക്ലാസ്സുകൾക്ക് അടുത്ത മാസം 15 മുതൽ 23 വരെ ആയിരിക്കും പരീക്ഷ. 15 മുതൽ 23 വരെ ആയിരിക്കും പരീക്ഷ. 23-ന് ക്രിസ്മസ് അവധി തുടങ്ങും എന്നും വാർത്തയിൽ പറയുന്നു. ഇനി ജന്മഭൂമിയുടെ കൂടി എടുത്ത് നമുക്ക് നിർത്തുകയാണെങ്കിൽ സന്നിധാനത്ത് സർവ്വതും പാളി എന്നാണ് ജന്മഭൂമി പറയുന്നത്. ഭക്തർ ദുരിതത്തിലാണ് എന്ന് പറയുന്നു. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്നലെ ശബരിമലയിലുണ്ടായ വലിയ തിരക്ക് സ്വാഭാവികമായിട്ടും ജന്മഭൂമി ആ തരത്തിൽ തന്നെയായിരിക്കും കൊടുക്കുക. 1-ാമത്തെ വാർത്ത അവരുടെ അതുതന്നെയാണ്. പക്ഷേ കൗതുകരമായിട്ടുള്ള വാർത്ത 10-ാമത്തെ പേജിലേക്ക് കൂടി നമ്മൾ പോവുകയാണെങ്കിൽ
മുന്നൊരുക്കത്തിൽ ശബരിമലയിലെ കേന്ദ്രസേനയുടെ സംരക്ഷണം തേടുന്നതിൽ വൻ വീഴ്ചയുണ്ടായി എന്നുള്ളതാണ്. അതായത് ശബരിമലയിൽ കേന്ദ്രസേനകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് വൻ വീഴ്ച. മുൻ വർഷങ്ങളിൽ RIF റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, NDRF തുടങ്ങിയ കേന്ദ്രസേനകളാണ് ക്ഷേത്രത്തിന് സുരക്ഷ ഒരുക്കിയത്. ഇത്തവണ അവർ സമയത്ത് വന്നില്ല. ഇത് ഉറപ്പാക്കാൻ സംസ്ഥാനത്തിന് പറ്റിയിട്ടില്ല എന്നാണ് ആ വാർത്ത. സംസ്ഥാനം നേരത്തെ തന്നെ ഇതിൻ്റെ റിക്വസ്റ്റ് കൊടുത്തതാണെന്ന് മറ്റും ദേവസ്വം മന്ത്രി പറയുന്നുണ്ട്. എല്ലാ വർഷവും കൃത്യം മണ്ഡലകാലം തുടങ്ങുമ്പോൾ ഈ സേന എത്തുന്നതുമാണ്. കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്തത്തിലുള്ള ഈ സേന എത്താത്തതും സംസ്ഥാനത്തിൻ്റെ പ്രശ്നമാണെന്ന് ജന്മഭൂമി അവതരിപ്പിക്കുന്നതിൽ ഒരു കൗതുകമുണ്ട്. വളരെ പെട്ടെന്ന് വീക്ഷണം കൂടി പറഞ്ഞു പോയാൽ സർക്കാരിൻ്റെ അയ്യപ്പ പീഡനമെന്നാണ് സ്വാഭാവികമായിട്ട് അവർ ഒന്നാമത്തെ വാർത്ത കൊടുത്തിരിക്കുന്നത്. വീക്ഷണത്തിൻ്റെ ഉള്ളിൽ പ്രധാന പേജിൽ തന്നെ ഒരു വാർത്ത കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വോട്ടുവെട്ടൽ നിയമ പോരാട്ടം തുടരും, VM-നും കോൺഗ്രസും ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത നേരത്തെ നമ്മൾ ദേശാഭിമാനിയിൽ കണ്ടതിൻ്റെ മറ്റൊരു ഭാഗമാണത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ VM-ന് വോട്ടില്ല. 2023 VM-ന് വോട്ടുണ്ടായിരുന്നില്ല. പേരുണ്ടായിരുന്നത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ മാത്രമാണ്. ഇത് വസ്തുതയായിരിക്കെ വോട്ടുവെട്ടൽ എന്ന രാഹുൽ ഗാന്ധി ഉപയോഗിച്ച വലിയ വോട്ട് ചോരി എന്ന ആരോപണം ഇതേപോലെയുള്ളൊരു കാര്യത്തോട് ചേർത്ത് വെച്ച് ആ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൻ്റെ കൂടി ആഘാതശേഷി കോൺഗ്രസും വീക്ഷണവും ഒക്കെ കുറയ്ക്കുകയാണെന്ന് തോന്നുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെയാണ് വളരെ പെട്ടെന്ന് ഒഴിച്ചു നോക്കിയാൽ ഇന്നത്തെ നമ്മുടെ വർത്തമാന പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. സേതു.